ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. 2-3 നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഇന്ന് നമ്മളുടെ കസിൻ സിസ്റ്ററിൻ്റെ മോള് വരുന്നുണ്ട് കേട്ടോ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അവൾ ഷാർജയിലാണ് താമസിക്കുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ് അത്രയും ഗ്യാപ്പുള്ളൂ. എന്നാലും ആൾ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കാണലില്ല കേട്ടോ, വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കുറച്ചായിട്ട് ഒട്ടും കാണാറില്ല. അപ്പോൾ നോമ്പൊക്കെ ഇല്ല, അപ്പോൾ എന്തായാലും ഒരു ദിവസം നീ നോമ്പ് തുറക്കാൻ വാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവളാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് റിഗിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആൾ ഇവിടെ ഇല്ല. അപ്പോൾ അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല, ഒരു 2-3 റെസിപ്പീസ്. അപ്പോൾ ഫസ്റ്റ് വൺ ബട്ടർ ചിക്കൻ ബേക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അതിന് ആദ്യം ബട്ടറിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള, ഗ്രീൻ ചില്ലിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ്റെ ക്യൂബ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ കസൂരി മേത്തി വേണം കേട്ടോ. നമ്മളുടെ ഉലുവയില ഉണ്ടല്ലോ, അതെന്തായാലും ആഡ് ചെയ്യണം. പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, കുറച്ച് ക്രീം, കുറച്ച് ഹണി, കുറച്ച് മല്ലിയില, ഇത്രയും മിക്സ് ചെയ്തിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ ബേക്ക്ഡിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളർ ചട്നി വേണം. അപ്പോൾ അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഒരേ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ തൈര്, അത്രയും സെയിം അളവ് തന്നെ മയോണൈസും, കുറച്ച് സോൾട്ട്, പിന്നെ 3 ഗ്രീൻ ചില്ലി, കുറച്ച് ഗാർലിക്ക്, 2 ഗാർലിക്ക് അത്രയും മതിയാവും. ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചട്നി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, നമുക്ക് ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ബ്രെഡ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക, സൈഡൊക്കെ കട്ട് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഈ ഗ്രീൻ ചട്ടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ 2 ലെയർ ആക്കണമെങ്കിൽ ഞാൻ 2 ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഈ ചട്നി ഒഴിച്ചു കൊടുത്ത് ഏറ്റവും മുകളിൽ ചീസൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ചിക്കൻ ബേക്ക്ഡ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷബോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. എല്ലാ റമദാനിനും അവരുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പി എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കായി പോയിട്ടുണ്ട് ഈ ഒരു ക്രീം. അപ്പോൾ മസാല തലേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്. ബാക്കിയെല്ലാം പിറ്റേ ദിവസം അങ്ങനെ ആ സമയമായപ്പോൾ ചെയ്തെടുക്കുകയും ചെയ്തത്. അങ്ങനെ ബട്ടർ ചിക്കൻ്റെ ആ ഒരു മസാല കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് പിന്നെയും സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടി ആക്കിയിട്ട് മുകളിൽ അങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ഗ്രീൻ ചട്നി ഒഴിച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ ബേക്ക്ഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വാസൽ വില്ലേജ് കമ്മ്യൂണിറ്റിയിലെ സുഹൂർ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു റമദാൻ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 9 to 12 മണി വരെയാണ് അതിൻ്റെ സമയം. നമ്മളുടെ ഇവിടുത്തെ പാർക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പ്രോഗ്രാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളും പിന്നെ അറബിക് ഡാൻസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാ റമദാനിനും ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവരുടെ പ്രോഗ്രാമായിട്ട് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് രാത്രി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഞാനിന്ന് കിച്ചണിലേക്ക് കയറാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായി. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹറിബറി ആയിട്ടാണ് കേട്ടോ പണികൾ കഴിഞ്ഞത്. 5:20 ആയി എല്ലാം കഴിഞ്ഞ് സെറ്റായപ്പോൾ ഒന്ന് കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. മക്കൾ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയാലും ഒരു 11:30 ആ ഒരു ടൈം ആകുമ്പോൾ വീട്ടിലെത്തോട്ടെ എന്തായാലും. ഇനി ഇത് ഒന്ന് ചീസൊന്ന് മെൽറ്റ് ചെയ്യണ വരെ ഒന്ന് ഓവനിൽ വെച്ച് കൊടുക്കണം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓവനിലേക്ക് വെച്ചിട്ടുള്ളൂ. ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ഇനി അടുത്തത് നമ്മളുടെ ഇറാനി പോളയാണ് കേട്ടോ. അത്
കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമാണ്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളുടെ ഗസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാല ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേണം കേട്ടോ. അപ്പോൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നോർമൽ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഉപ്പും കുറച്ച് തൈരും ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിക്കൻ. അപ്പോൾ ഡ്രിങ്കായിട്ട് നമ്മുടെ ക്യാരറ്റ് കസ്റ്റാർഡ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ വേവിച്ച ചിക്കൻ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കുറച്ച് മല്ലിയില, കുറച്ച് പെപ്പർപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ടൊരു ചിക്കൻ മസാല റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള മസാല ആക്കി എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചോയ്സിന് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ മെയിൻ ഫുഡായിട്ട് ചിക്കൻ്റെ മന്തിയും കൂടി റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ സമയത്ത് തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ലോഹർ നിസ്കരിച്ച് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മന്തിക്ക് വേണ്ട ചിക്കനും വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിന്നോട് കൂടി തന്നെയാണ് കേട്ടോ വാങ്ങിക്കേണ്ട മന്തിക്ക്. അത് ഉപ്പും പെപ്പറും ഇട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ വിസിൽ മതി കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ. എന്നിട്ടത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വെള്ളം ചിക്കൻ്റെ സ്റ്റോക്കും ആവശ്യമുണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കുള്ള സവാള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ചെറിയ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ തൊണ്ടമുളക് ഉണ്ടല്ലോ അതും, പിന്നെ ഡ്രൈ ലെമണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മസാലയും അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇറാനി പോളയുടെ മസാലയും പിന്നെ ആ ഒരു മൈദയുടെ മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിക്കുന്ന സമയമാകുമ്പോൾ ഒരു 20 to 25 മിനിറ്റ്സ് വേണം അത് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടും റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മന്തിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് അറബിക് മസാല ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മളുടെ ചിക്കൻ്റെ സ്റ്റോക്ക് എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് റൈസ് ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇറാനി പോളയുടെ നമ്മളുടെ മൈദയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട, മൈദ 1 കപ്പാണ് എടുക്കുന്നത്, 3/4 കപ്പ് ഓയിലാണ്, പിന്നെ പാലും 1 കപ്പ് തന്നെ, 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ കുറച്ചും കൂടി ആഡ് ചെയ്യണം. പിന്നെ ഉപ്പ്, പെപ്പർ ഇത്രയാണ് കേട്ടോ അതിന് വേണ്ടത്. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതാണ് ഈ ഒരു മസാലയിലാണ് നമ്മൾ ഇറാനി പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അതങ്ങനെ അടിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ ജസ്റ്റ് അതൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ജ്യൂസ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റാർഡ് ക്യാരറ്റ് ഡ്രിങ്കാണ്. അപ്പോൾ അതിന് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ തണുത്ത പാലിൽ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മധുരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം. ക്യാരറ്റിലും ഒരു നോർമൽ മധുരം, ഇതിലും അത്യാവശ്യം മധുരം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്നാലാണ് മിക്സ് ചെയ്ത് തണുത്ത് വരുമ്പോൾ ആ ഒരു മധുരം പാകത്തിന് കിട്ടുക. അപ്പോൾ കസ്റ്റാർഡും ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. നമ്മളുടെ മന്തി സെറ്റായിട്ടുണ്ട് ഓൾറെഡി. പിന്നെ മന്തിക്ക് വേണ്ട ചിക്കൻ ഞാൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ചെറിയൊരു മസാലയൊക്കെ തേച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിച്ച ചിക്കനിലേക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനി പോളയ്ക്ക് വേണ്ടിയിട്ട് 2 പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ്റെ മുകളിൽ വെച്ചിട്ടാണത് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ കൂട്ട് ഒരു 1/2 പോർഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബബിൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അത്രയും ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളൊന്ന് മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നമ്മളുടെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സൈഡിലേക്ക് പോവാതെ സെൻറ്ററിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ സെൻറ്ററിൽ തന്നെ എല്ലായിടവും ആകുന്ന രീതിയിൽ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ബാറ്റർ ഉണ്ടല്ലോ അത് മുകളിലേക്കൊന്ന് ഒഴിച്ച് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. കവർ ചെയ്യുമ്പോൾ മൈദ എല്ലാ ഭാഗത്തേക്കും ആവാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും മുകളിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊരു ചെറിയ പീസ് കട്ട് ചെയ്തതും മല്ലിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം അടിഭാഗം ആയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മോൾ ഭാഗത്ത് ആ ജസ്റ്റ് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് സെയിം പാനിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി ഇറാനി പോള റെഡിയാവും. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ക്യാരറ്റും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് 2-3 ഐസും പിന്നെ ഷുഗറൊക്കെ പാകം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ഡ്രിങ്കും റെഡിയായി. ഇതും ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഒരു 5:20 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ അസറ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ വീട് ഓൾമോസ്റ്റ് ഹാസിം പിന്നെയും കച്ചറയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ച് വന്നപ്പോഴത്തേനും കറക്റ്റ് അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും മക്കളൊന്നും ഇന്ന് നോമ്പ് തുറക്കാനില്ല കേട്ടോ. അവർക്ക് ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ സജ്ജയിൽ ലേബർ ക്യാമ്പിൽ നോമ്പ് പറയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ നോക്കിയാണ് ഞാൻ അവളെ വിളിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇറാനി പോളക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച സോസാണ് കേട്ടോ അവൻ ആ തട്ടിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കരിച്ച് ഓതിയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് കൂടുതൽ ഇഷ്ടമായത് ഇറാനി പോളയും ജ്യൂസൊക്കെയാണ് കേട്ടോ. ഇത് എൻ്റെ പിള്ളേർക്കാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായത്, ബട്ടർ ചിക്കൻ ബേക്ക്ഡ്. അവർ വന്നപ്പോൾ ഓൾറെഡി അവിടുന്ന് ബിരിയാണിയും പിന്നെ ചിക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്നാണ് കേട്ടോ അവരിത് കഴിച്ചത്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സുഹൂർ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. കുറേ ദിവസമായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ആരെയും ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. 9 മണിക്ക് തുടങ്ങുള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് 9 മണിക്ക് അങ്ങനെ ഇറങ്ങിയുള്ളൂ കേട്ടോ. അവിടെ ചെന്നപ്പോൾ ജനലക്ഷങ്ങൾ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം കയറുന്ന ആളുകൾക്ക് അതനുസരിച്ച് കൂപ്പൺ കൊടുത്തിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്ത ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെല്ലുന്നവർ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടിരുന്ന് അവർ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് പുറത്ത് നിൽക്കുന്നവർക്കും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തെ ക്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. പക്ഷേ പെട്ടെന്ന് ഒരു ഹാഫ് അവറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 200 പേർക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് കയറാമല്ലോ. പക്ഷെ അത്രയും നേരം നിൽക്കാനുള്ളൊരു സാഹചര്യം ഹാസിം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെ നിന്ന് അവിടെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അകത്തേക്ക് കയറി കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് ഫുഡും കാര്യങ്ങളും കിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഒരു സ്നാക്സ് ലുക്കീമാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിറ്റേ ദിവസത്തെ വീഡിയോ
ഇതിൻ്റെ ഒഫീഷ്യൽ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത്. ഡ്രോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ഇതിപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ക്യൂ. അപ്പോൾ ക്യൂ കണ്ടപ്പോൾ തന്നെ കയറണമെന്നുള്ളൊരു ആഗ്രഹം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം വായി നോക്കി നടന്ന് നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ മുസ്ലിംസും നോൺ മുസ്ലിംസും വാസൽ വില്ലേജിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു ഗ്യാതറിംഗ് ആണല്ലോ. അപ്പോൾ നമ്മുടെ റൂമിനോട് ചേർന്ന് ഉള്ളത് സെൻട്രൽ പാർക്കാണ് കേട്ടോ. അവിടെ വെച്ചിട്ടല്ലായിരുന്നു, ഇത് കുറച്ച് ദൂരെയായിരുന്നു തസ്ജീൽ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കണ്ട് തിരിച്ച് നമ്മളൊന്ന് ഫോർ സ്ക്വയറിൽ വന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും മിക്കായും പിള്ളേരൊക്കെ വന്ന് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഹാസിമിനൊരു കാറ് വേണമെന്നും പറഞ്ഞിട്ട് ഇക്കാനെയും കൂട്ടി ഗ്രാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറൊക്കെ വാങ്ങിയത് ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇക്കായും ഒക്കെ പിള്ളേരും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ അങ്ങനെ അവളും പോവാറായി, ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്തുവിടുകയും ചെയ്തേട്ടോ. മെയിൻ ഫുഡ് കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.